ഹായ് എവരിവൺ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു ദി വുമൺ ഓഫ് ഓണർ സീരീസ്. ഈ പുതിയ അക്കാഡമിക് ഇയറിൽ സ്കൂളിലേക്കും കോളേജുകളിലേക്കൊക്കെ കടന്നു പോകുന്ന എല്ലാ മക്കളെയും ആശംസിക്കുക. അവർക്ക് നല്ല ജ്ഞാനത്തോടും ബുദ്ധിയോടും കൂടെ പഠിക്കുവാനും ഒക്കെ ദൈവം അവസരം തരട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം യാക്കോബ് എഴുതിയ ലേഖനം 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ നിന്ന് ഒരു ഭാഗം വായിക്കുവാനായിട്ട് ഇഷ്ടപ്പെടുന്നു. നിങ്ങളിൽ ഒരുത്തന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഭർത്സിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായി ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കും എന്ന് പറയുന്നു. ഇത് കേൾക്കുമ്പോൾ നാം ചിന്തിക്കുന്ന വിദ്യാഭ്യാസം കുറഞ്ഞവരെക്കുറിച്ചോ ബുദ്ധിപരമായ മാനസികമായ വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നവരെക്കുറിച്ചോ ആണ്. എന്നാൽ അങ്ങനെയല്ല. ഇത് നമ്മെ എല്ലാവരെയും ഉദ്ദേശിച്ചാണ് പറയുന്നത്. എല്ലാ ജ്ഞാനവും എനിക്കുണ്ട് എന്ന് പറയുന്ന ആരെങ്കിലും നിങ്ങൾക്കറിയാമോ? ഇല്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഈ അവസരത്തിൽ ജ്ഞാനം സമ്പാദിക്കുന്നതിനുള്ള തടസ്സങ്ങൾ എന്താണെന്ന് നമുക്ക് അല്പമായി ചിന്തിക്കാം. ദൈവത്തിൻ്റെ ജ്ഞാനത്തിലേക്കുള്ള വഴി തടസ്സങ്ങൾ പറയുമ്പോൾ ആദ്യമായിട്ട് പറയുന്നത് അവിശ്വാസമാണ്. യാക്കോബ് ശ്ലീഹ ഒരു മുന്നറിയിപ്പ് തന്നെ നൽകിയിട്ടുണ്ട്. എന്നാൽ അവനൊന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. സംശയിക്കുന്നവൻ കാറ്റടിച്ച് അലയുന്ന കടൽ തിരയ്ക്ക് സമന് എന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിങ്കൽ നിന്ന് വല്ലതും ലഭിക്കുമെന്ന് നിരൂപിക്കരുത്. ഇരുമനസ്സുള്ള മനുഷ്യൻ തൻ്റെ വഴികളിലൊക്കെയും അസ്ഥിരനാകുന്നു എന്ന് പറയുന്നു. അപ്പോൾ വിശ്വാസം എന്നത് ദൈവത്തിൻ്റെ സ്വഭാവത്തിലുള്ള ആശ്രയം, ദൈവവചനത്തിലുള്ള വിശ്വാസം, ദൈവിക സമയം എന്നിവ ഉൾപ്പെടുന്നു. വിശ്വാസത്താൽ നോഹ മഴയെക്കുറിച്ച് അറിവോ സാധ്യതയോ ഇല്ലാതിരുന്നപ്പോൾ തന്നെ ഒരു പെട്ടകം തയ്യാറാക്കി. നമുക്കറിയാം, നോഹ പെട്ടകം പണിയുന്നവരെയും ഭൂമിയിൽ മഴ പെയ്തിരുന്നില്ല എന്ന് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി ലഭിക്കുവാനിരുന്ന സ്ഥലത്തേക്ക് പോകാൻ വിളിക്കപ്പെട്ടപ്പോൾ അത് അനുസരിച്ചു. രണ്ടാമത്തെ വഴി തടസ്സമെന്ന് നമുക്ക് പറയാവുന്നത് ഈ അന്യായമായി ലോകത്തിൻ്റെ ഒരു നേർക്കാഴ്ച നമുക്ക് ലഭിക്കുന്നു. അതായത് എളിയ സഹോദരൻ അവൻ്റെ ഉയർച്ചയിൽ പ്രശംസിക്കട്ടെ എന്ന് 9-ാം വാക്യത്തിൽ പറയുന്നു. കാരണം ഈ ലോകത്തിലെ ജീവിതം ന്യായമല്ല. ഈ ലോകത്ത് എല്ലാവരും ഒരുപോലെ മിടുക്കരും സമ്പന്നരും നല്ല വിദ്യാഭ്യാസമുള്ളവരുമാകുവാൻ പോകുന്നില്ല. പലരും താറുമാറായ സാഹചര്യങ്ങളുള്ള ഭവനങ്ങളിൽ നിന്നാണ് വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ആരോഗ്യ പ്രശ്നങ്ങളോടുകൂടെ പലരും പോരാടുന്നവരും ഉണ്ട്. നമ്മുടെ മനസ്സിൻ്റെ ഭാവനകളല്ല, ലോകത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളാണ് നാം അംഗീകരിക്കുന്നത്. അപ്പോൾ എൻ്റെ എല്ലാ സഹോദരങ്ങളും കൊച്ചുമക്കളും സ്കൂളിലേക്ക് കടന്നു പോകുന്ന എല്ലാ മക്കൾക്കും നല്ല ജ്ഞാനം ദൈവത്തിൽ നിന്നും ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ചുരുക്കുന്നു. ബൈ ടു ഓൾ. വിഷ് യു എ ഗുഡ് ഡേ.